പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11-ാം മാസത്തിൻ്റെ 18ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. എല്ലാ മനുഷ്യരും കഷ്ടങ്ങളും രോഗങ്ങളും എതിർപ്പുകളും വെല്ലുവിളികളും നിന്ദകളും പരാജയങ്ങളും അപമാനങ്ങളും പ്രതികൂലങ്ങളും സങ്കടങ്ങളും തുടങ്ങി ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയാൽ മാത്രമേ ഈ ലോക ജീവിതം പൂർത്തീകരിപ്പാൻ കഴിയുകയുള്ളൂ. പ്രശ്നസങ്കീർണമായ അനുഭവങ്ങളിൽ കൂടെയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത്. എന്നാൽ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ കഴിയാതെ വരുന്നത് നിമിത്തം ദിനംതോറും ആയിരക്കണക്കിന് ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഭൂമിയിൽ പലരും രോഗികളായി മാറുന്നു. മറ്റു ചിലർ സുബോധം നഷ്ടപ്പെട്ട് തെരുവുകളിൽ അലഞ്ഞ് തിരിഞ്ഞു നടക്കുന്നു. ഇതെല്ലാം നാം ഈ ലോകത്തിൽ ദിനംതോറും കാണുന്ന കാഴ്ചകളാണ്. എന്നാൽ ദൈവമക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നില്ല. ഒരുപക്ഷെ ലോക മനുഷ്യർക്ക് നേരിടുന്നതിലും അധികം പ്രശ്നങ്ങൾ ദൈവമക്കൾക്ക് ഉണ്ടായി എന്ന് വരാം. എന്നാൽ പ്രശ്നങ്ങളോടുള്ള പ്രതികരണമാണ് ഓരോരുത്തരുടെയും ഭാവി നിർണയിക്കുന്നത്. വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ ഭക്തന്മാരും എണ്ണമറ്റ പ്രശ്നങ്ങളിൽ കൂടെയും പ്രതികൂലങ്ങളിൽ കൂടെയുമാണ് കടന്നുപോയിട്ടുള്ളത്. അവർ നേരിട്ട പ്രതികൂലങ്ങളെ അവർ നോക്കിക്കണ്ടിരുന്നത് വിവിധ നിലകളിലായിരുന്നു. ദൈവജനത്തിനെതിരായി സ്തോത്രം, പ്രവാഹങ്ങളും തിരമാലകളും ഉയരുകയും ആക്രോശിക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് ദൈവം മൗനമായി ഇരിക്കുകയില്ല. തൻ്റെ ജനത്തെ ശത്രു തകർത്തു കളയുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. എണ്ണമറ്റ ശത്രുക്കൾ ഭക്തന് വിരോധമായി ഉണ്ടായിരുന്നെങ്കിലും അവരുടെ കൈകളിൽ നിന്നും തൻ്റെ മക്കളെ ദൈവം വിടുവിക്കും. കർമ്മേലിലെ വലിയ വിജയത്തിനു ശേഷം ഇസ്രായേൽ ഉയർത്തിയ വധഭീഷണിയുടെ മുമ്പിൽ ഏലിയാവ് പതറിപ്പോയി. താൻ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിയാത്ര ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. എന്നാൽ തനിക്കെതിരെ വധഭീഷണി മുഴക്കിയ ഇസബേലിൻ്റെ ഇറച്ചി പട്ടി തിന്നുവാനിടയായി. എന്നാൽ ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. യേശുവിനോട് ഒരുമിച്ച് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ പടക് തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ദൈവം പടകിലുണ്ടെന്ന് സ്തോത്രം ഹല്ലേലൂയ തിരിച്ചറിയുവാനിടയായി. കാറ്റിനെയും സ്തോത്രം കടലിനെയും ശാന്തത വരുത്തി. പൗലോസിനെതിരായി ഉയർന്നു വന്ന വൻ തിരമാലകൾ തന്നെ ഒടുക്കിക്കളയുവാനും തൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുവാനും ശത്രു ആവോളം ശ്രമിച്ചു. എന്നാൽ പ്രശ്നങ്ങളെക്കാൾ ദൈവം വലിയവനാണെന്ന് തനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. ആകയാൽ പ്രിയ ദൈവവൈതലേ, നിന്റെ ജീവിതത്തിലെ ഏത് പ്രതികൂലമാകുന്ന പ്രശ്നങ്ങളെയും പരിഹരിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ആമേൻ. ദൈവം നമ്മെ സ്വന്തം ഈ പ്രഭാതം പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ബാധ്യതകളുടെ നടുവിൽ പകച്ചു നിൽക്കുന്നവർ ഉണ്ടായിരിക്കാം. മക്കളെ ഓർത്ത്, മക്കളുടെ ഭാവികളെ ഓർത്തു, നല്ല ഭവനമില്ലാതെ, ഉപജീവനമില്ലാതെ, കുടുംബത്തിൽ സമാധാനമില്ലാതെ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും ദിനവും ഭാരപ്പെടുന്ന ദൈവവേദിയിലെ ചിലപ്പോൾ ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കാം, മാനസികമായ നിരാശകളിലായിരിക്കാം, രോഗശയ്യകളിലായിരിക്കാം. ഇന്ന് പ്രഭാതത്തിൽ ഏതവസ്ഥയിലായാലും നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവേ,
എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. പൗലോസിന്റെ മുന്നിൽ വാതിൽ തുറന്നു. ആമേൻ, സ്തോത്രം പറയുകയാണ്. ആമേൻ, ഞാൻ നിനക്കൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. കുഞ്ഞെ, നിന്റെ മുന്നിൽ എതിരാളികൾ ഒന്നിലധികമാകട്ടെ, എത്ര പ്രതികൂലങ്ങൾ വന്നാലും നിന്നെ ആ പ്രതികൂലത്തിനകത്ത്, ആ ശത്രുവിൻ്റെ മുന്നിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് പറയുന്നു, 10,000 ആയിരങ്ങൾ 10,000 എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ പതറിപ്പോകത്തില്ല. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. സ്തോത്രം. ആമേൻ. ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ, എൻ്റെ പ്രതികൂലത്തിൽ നിന്നും ഞാൻ വിടുവിക്കപ്പെടും, എൻ്റെ പ്രശ്നത്തിൽ നിന്നും, എൻ്റെ ദുഃഖത്തിൽ നിന്നും, എൻ്റെ രോഗത്തിൽ നിന്നും, എൻ്റെ കഷ്ടതയിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കുമെന്ന് വിശ്വസിക്കാമോ? ഇന്ന് പ്രഭാതത്തിൽ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. ഈ പ്രഭാതവും നാഥ തൻ്റെ കുഞ്ഞുങ്ങളുമായി സ്തോത്രം ദൈവസന്നിൽ അടുത്തു വരുവാൻ ലഭിച്ച മഹാഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ സ്തോത്രം. അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവേ ഒരു പരിഹാരം കാണുക. ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ മുഖം നോക്കുന്നു. നാഥൻ എല്ലാ വിഷയത്തിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം. ഈ നാളുകളിൽ എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്ന ചില സാമ്പത്തിക മേഖലകളിൽ തുറക്കപ്പെടട്ടെ. സമാധാനത്തിൻ്റെ വാതിലുകൾ, സന്തോഷത്തിൻ്റെ വാതിലുകൾ, ദിനങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്യും, മഹത്വം അങ്ങെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.